ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ 5 ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ചർച്ചകൾ തള്ളി ഇറാൻ നേതാക്കൾ രംഗത്ത് വന്നു. അതങ്ങനെ ഒരു വശത്ത് നിൽക്കവേ ഉയർന്ന പ്രധാന ചോദ്യം ആരാണ് ഇരുഭാഗങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്നത് എന്നായിരുന്നു. ഇപ്പോഴിതാ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥനായി പാകിസ്ഥാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുഎസും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാന മധ്യസ്ഥ രാജ്യമായി മാറുകയാണ് പാകിസ്ഥാൻ. മധ്യസ്ഥതയുടെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാരാന്ത്യത്തിൽ ഇസ്ലാമാബാദ് ഒരു ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുഎസ് വൈസ് പ്രസിഡന്റിനെയും ഇറാൻ പാർലമെന്റ് സ്പീക്കറെയും വെടിനിർത്തൽ ചർച്ചകൾക്കായി ഒരുമിച്ച് കൊണ്ടുവരാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ഉടൻ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കിയത് എന്നാണ് വിവരം. സാധ്യമായ ചർച്ചകൾക്കായി യുഎസ് പ്രതിനിധി സംഘം 1-2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്ക് എത്തും. എന്നാൽ അവിശ്വാസം കാരണം ഇറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വൈറ്റ് ഹൗസ് പ്രത്യേക വക്താവ് സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരെ കൂടാതെ വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവർ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേലി ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി സംസാരിച്ചതായും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് പാകിസ്ഥാന്റെ സഹായം വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ അമേരിക്കയും ഇറാനുമായും ചർച്ച നടത്തിയിരുന്നു. 3 രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ വൈറ്റ് ഹൗസ് പ്രതിനിധി വിറ്റ്കോഫുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയതായി അമേരിക്കൻ മാധ്യമമായ ആക്സിയോസും സ്ഥിരീകരിച്ചിരുന്നു. 4 ആഴ്ച പിന്നിടുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അപ്രതീക്ഷിതമായാണ് പാകിസ്ഥാന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാന്റെ നീക്കം ഏറെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ അടക്കം വീക്ഷിക്കുന്നത്. ഗൾഫിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലേക്ക് കടന്നാൽ പാകിസ്ഥാന് അത് വലിയ തിരിച്ചടിയാകും. ഇറാനിലെ ഒരു നീണ്ട യുദ്ധം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ, സാമ്പത്തിക അഭയാർത്ഥി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ തിടുക്കം കൂട്ടുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആഗോള ചർച്ചകളിൽ പ്രസക്തമായി നിൽക്കുക എന്ന ആഗ്രഹമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം ദൃഢമാക്കാനും ഈ ഇടപെടൽ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടാകണം. കൂടാതെ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും സൗദി അറേബ്യയിലുടനീളമുള്ള ഊർജ്ജ സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. സൗദി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ പ്രകാരം സൗദിക്ക് പിന്തുണ നൽകേണ്ടി വരും. അത് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഇക്കാര്യങ്ങളൊക്കെയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇത്തരമൊരു മധ്യസ്ഥ നീക്കത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.